ഹലോ. അപ്പം നമ്മളിന്ന് കൊല്ലം വരെ പോയിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് പോയിട്ട് നമുക്ക് കൊല്ലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ലുലുവിൽ പോവാം, കൊട്ടിയം പോകാമെന്ന് കരുതി. ഇഷാൻ ഭയങ്കര ബഹളമായിരുന്നു, ലുലുവിൽ വരണം എന്നും പറയട്ടെ. അങ്ങനെ പിന്നെ നമുക്ക് എന്നാൽ അവിടുന്ന് കൊട്ടിയത്തോട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ നേരെ കൊട്ടിയത്തോട്ട് വന്നു. കൊട്ടിയത്തോട്ട് വന്നപ്പോൾ വിശപ്പിൻ്റെ വിളി കൊണ്ടാണ് കേട്ടോ വന്നത്. വരുന്ന വഴിക്ക് ഒന്നും റെസ്റ്റോറൻറ്റ് കണ്ടായാലും നമുക്ക് നിർത്താനുള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നേരെ ലുലുവിലോട്ട് വന്നത്. ഫസ്റ്റ് നേരെ ഫുഡ് കോർട്ടിലാണ് നമ്മൾ കയറിയത്. ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ഫുഡെന്ന് വെച്ചാൽ ഒരു ബിരിയാണി മേടിച്ചു. ബിരിയാണി ഞാൻ ഏട്ടനും കൂടെ ഒരുമിച്ച് കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇഷാൻ ഒരു പിസ്സ മേടിച്ചു കൊടുത്തായിരുന്നു. അവനതിൽ 2 പീസ് കഴിക്കും. അപ്പം നമുക്കത് മതിയല്ലോ. പിന്നെ അമ്മയ്ക്ക് ബട്ടൂര മതി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ധാരാളമല്ലേ ഇതെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലതാണ്. ബിരിയാണി എന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അങ്ങനെ അതെല്ലാം കഴിച്ച് വയറ് നിറച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പിന്നെ ലുലുവിലോട്ട് കയറാമെന്ന് കയറി താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ട്രെയിൻ പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അയ്യോ അമ്മ ട്രെയിൻ. അപ്പം ഞാൻ പറഞ്ഞേ നാളെ വലിയ കുട്ടിയല്ലേ, വലിയ കുട്ടികൾ ആരെങ്കിലും ട്രെയിനിൽ കയറുമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വെറുതെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുലുവിലകത്ത് കയറാമെന്ന് കരുതി നമ്മൾ ലുലുവിലോട്ട് കയറി. നമ്മൾ കയറിയ സമയം വന്ന സമയം എന്ന് വെച്ചാൽ ഓഫറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സമയമായിരുന്നു. അവരുടെ മെയിൻ ഓഫറൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. എന്നാലും അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. മെയിൻ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലുലുവിലോട്ട് കയറിയല്ല നമ്മുടെയൊക്കെ പരിപാടി എന്താ, ഇങ്ങനെ ഓരോന്ന് നോക്കുക. ഇങ്ങനെ ഹൈപ്പറിൽ കയറി കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധനങ്ങളും അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മളെല്ലാം കാൽക്കുലേഷനാണല്ലോ, ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ തേങ്ങ നോക്കി, തേങ്ങയ്ക്ക് അവിടെ ഒരു പീസിന് 48 രൂപ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലാഭമല്ലേ തേങ്ങ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ പോകാം. ഇപ്പോഴത്തെ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ എന്താ വില, ഭയങ്കര വിലയാണല്ലേ. അങ്ങനെ നോക്കി വന്നു. അപ്പം അവിടെ നമ്മുടെ എന്താ പറയുക പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഇരിക്കുന്നത് കണ്ടു. മാംഗോസ്, പഴുത്ത മാങ്ങാസ് ഒരുപാട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ മുകളിലോട്ട് വന്നു. അവിടെ എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ബില്ലടിച്ചതിന് ശേഷം നേരെ നമുക്ക് കാർ പാർക്കിങ്ങിലോട്ട് പോകാമെന്ന് കരുതി. ട്രോളിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇഷാൻ അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രോളിയൊക്കെ വലിച്ചെടുക്കുന്നത്. കാരണം എവിടെ ചെന്നാലും ട്രോളി എടുക്കുന്നത് ഭയങ്കര ഹോബിയാണല്ലോ. കുഞ്ഞു കുട്ടികൾ കയറിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾക്കതിനകത്തോട്ട് കയറിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ട്രോളി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയുക അവിടെയൊക്കെ നമ്മൾ ചുറ്റിക്കണ്ടി കറങ്ങി നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അതായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മളേതാണ്ട് 2:30 സമയത്താണ് നമ്മൾ അവിടെ ചെന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.